ഇന്നലെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു. ഞാൻ അദ്ദേഹത്തെ മോശമാക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് വോയിസ് ഇതിനകത്ത് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ വോയിസ് കൊടുക്കേണ്ട ഒരു 40-50 സെക്കൻഡ്, 1 മിനിറ്റ് ഇല്ല. സബ്ജക്റ്റ് ഇതാണ്: എന്തിനാ വെറുതെ നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യങ്ങളും നടക്കണ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് ചാനലിൽ പറയുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സംഭവം എന്താണെന്ന് വെച്ചാൽ ഡി എ സംബന്ധിച്ചും ശമ്പള പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഉള്ള എൻ്റെ വാർത്തകളെക്കുറിച്ചാണ്. അതിലൊരു വിശദീകരണം തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് വിശദീകരണം. ഒരു ജേർണലിസം പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ്. അപ്പോൾ ചോദിക്കാൻ ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിക്കും. ഞാനൊരു മുക്കാൽ ജേർണലിസ്റ്റാണ്. മുഴു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. 2000-ലധികം ലേഖനം എഴുതിയിട്ടുണ്ട്. 10-18 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുത്തുകാരനാണ്. ഈ ലേഖനങ്ങളെല്ലാം പത്രങ്ങളിലും മാഗസിനുകളിലുമാണ് എഴുതിയിരിക്കുന്നത്. അല്ല സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലല്ല. അപ്പോൾ അത് ഇന്നും ചന്ദ്രിക പത്രത്തിൽ ഹരിത സാക്ഷരതയെ സംബന്ധിച്ച് ഇന്നും നമുക്ക് വേണം ഹരിത സാക്ഷരത എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. കേരള കൗമുദി, മനോരമ, മാതൃഭൂമി, ദീപിക, അതുപോലെ മാധ്യമം, ജനയുഗം, ദേശാഭിമാനി, ചന്ദ്രിക, മിക്കവാറും എല്ലാ പത്രങ്ങളിലും എൻ്റെ ലേഖനങ്ങൾ ഇടയ്ക്കിടെ വരാറുണ്ട്. ഇന്ന് ചന്ദ്രികയിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, പല പത്രങ്ങളിലും വരാറുണ്ട്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ ഞാനൊരു എഴുത്തുകാരനാണ്. അങ്ങനെ പറഞ്ഞാൽ ജേർണലിസം ഞാൻ പഠിച്ചിട്ടുമുണ്ട്. പിന്നെ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളാണ്. അത്യാവശ്യം ബന്ധങ്ങളുള്ള ആളാണ്. സർക്കാരിൽ സർവീസുകളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയുമാണ്. അപ്പം ഞാൻ ജേർണലിസം പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ 3 കാര്യങ്ങളാണ് ഒരു ജേർണലിസത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും വാർത്ത ചെയ്യുന്നത്. ഞാൻ ഡി എയുടെയോ ഡി ആറിൻ്റെയോ ശമ്പള പരിഷ്കരണത്തിൻ്റെയോ മെഡിസെപ്പിൻ്റെയോ ആനുകൂല്യങ്ങളുടെയോ വാർത്ത ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒന്ന്, നടന്ന കാര്യങ്ങൾ. ഡി എ പ്രഖ്യാപിച്ചു, 2% ഡി എ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഇത്ര ശതമാനം ഇങ്ങനെ പ്രഖ്യാപിച്ചു. നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ, അത് റിപ്പോർട്ടിംഗ് ആണ്. അതിലൊരു കൗതുകമില്ല. ഒരാളെ കൊന്നു, ബലവത്സംഗം ചെയ്തു, ഡൽഹിയിൽ CJP സമരം നടത്തി കഴിഞ്ഞ് എല്ലാം നടന്നു. അതെല്ലാം റിപ്പോർട്ടിംഗ് ആണ്, നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്ക് വരാം. വിവരം എടുക്കുന്നതിൽ ചിലപ്പോൾ കൂടുതലും മിസ്റ്റേക്ക് കുറയും, ഇവരെടുത്താണ് ചെയ്യുന്നത്. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട്, ഊഹാഭോഗങ്ങളാണ് പലതും. നാളെ നടക്കാൻ സാധ്യതയുണ്ട്, മറ്റന്നാൾ ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്, അടുത്ത നിമിഷം ചേരുന്ന ക്യാബിനറ്റിൽ ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ഊഹാഭോഗങ്ങൾ കൂടെ വച്ചുകൊണ്ട് ചെയ്യുന്ന, ചില നിഗമനങ്ങളിൽ എത്തിച്ചെയ്യുന്ന കുറേ വാർത്തകളുണ്ടായിരിക്കും. അതിൽ കുറേ ശരിയായിരിക്കും, കുറേ തെറ്റുമായിരിക്കും. കുറച്ച് ഇപ്പം നടക്കും, കുറച്ച് പിന്നെ നടക്കും, ചിലത് നടക്കത്തുമില്ല. അതങ്ങനെ ചെയ്യാൻ പറ്റൂ വാർത്തകൾ. നാളെ നടക്കുന്ന കാര്യം നടന്നു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യാൻ പറ്റില്ല. നാളെ നടക്കും എന്ന് പറഞ്ഞ് ചെയ്യാൻ നമ്മളല്ല നടത്തുന്നത്. വേറൊരു ഏജൻസിയോ വേറൊരു സംവിധാനമോ വേറൊരു ഗവൺമെൻറ്റോ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നടക്കും എന്നല്ലാതെ നടന്നു എന്നും നടക്കും എന്നങ്ങോട്ട് 100% പറയാൻ കഴിയില്ല. എന്നാലും നടക്കും എന്നേ പറയുള്ളൂ. അതതിൻ്റെ ഒരു ഭാഷാ ശൈലി അങ്ങനെയാണ്. നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാറില്ല, നടക്കുമെന്നേ പറയൂ. പിന്നെ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം തമ്പ് വളരെ പ്രധാനമാണ്. തമ്പെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്ന എഴുതിയിരിക്കുന്ന വാക്കുകൾ, അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നതാണ് ടൈറ്റിൽ. ഈ കമൻറ്റ് ബോക്സ് എഴുതുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ടൈറ്റിലായാലും തമ്പനയിലായാലും വളരെ വൈകാരികമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഡി എ പ്രഖ്യാപിച്ചു, കോൾ അടിച്ചല്ലോ. യഥാർത്ഥത്തിൽ അറിയാം ഡി എ പ്രഖ്യാപിച്ചിട്ടില്ല, ഇനി പ്രഖ്യാപിക്കേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അകത്ത് കാര്യം പറയുമ്പോൾ പറയും ഡി എ പ്രഖ്യാപിച്ചിട്ടില്ല, ഇനിയിപ്പോൾ പ്രഖ്യാപിക്കുക എന്ന കാര്യങ്ങൾ പറയും. അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. മൂന്നാമതൊരു കാര്യമുണ്ട്, ഞാൻ അതിൽ വല്ലാതെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു സമൂഹം, അത് ബ്യൂറോക്രസി ആകട്ടെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആവട്ടെ, പൊതുസമൂഹമാവട്ടെ, 3 ടൈപ്പ് ആളുകളാണുള്ളത്. ഈ സർവീസ് കേസിലാണ്, അല്ലാതെ വേറെ പല ടൈപ്പിലുണ്ട്. സർവീസ് കേസിൽ ഒന്ന് ബ്യൂറോക്രസി, ഇതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുന്ന ബ്യൂറോക്രസി, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന. 2, ഇതിനൊരു പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുന്ന, കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ അനുവദിക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള പാർട്ടികളുടെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അങ്ങനെയുള്ള ടീം. പിന്നെ പബ്ലിക്, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, കൺസ്യൂമർ ആയിട്ടുള്ള, ബെനിഫിഷ്യറി ആയിട്ടുള്ള പബ്ലിക്. ഇത് 3 ടീമാണ്. ഈ 3 ടീമിൻ്റെ പുറത്തും സമ്മർദ്ദം കൊടുക്കുന്നതിന് വേണ്ടി, വിഷയങ്ങളെ ലൈവാക്കി നിർത്തുന്നതിന് വേണ്ടി, എല്ലാവരുടെയും ശ്രദ്ധ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, നടക്കുന്നില്ലെങ്കിലും നടക്കാത്ത കാര്യം നടക്കുന്നതിന് വേണ്ടി ബഹളം ഉണ്ടാക്കും. അതെല്ലാം തമ്പ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, എങ്കിലല്ലേ നിങ്ങൾ കയറി നോക്കുള്ളൂ.
സാരോപദേശ കഥയുള്ള തമ്പ് വല്ലതും കൊടുത്താൽ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് കയറി നോക്കുമോ? എനിക്ക് തന്നെ 3 ചാനലുണ്ട്. 2 ചാനലിൻ്റെ കാര്യം അത്ര ഇത് കുറച്ചൊക്കെ മെച്ചപ്പെട്ട് ഓടുന്നു, എന്നാലും അത്ര വലിയ റീച്ചുള്ള ചാനലല്ല ഇത്, എന്നാലും ഓടുന്നു. മറ്റു 2 എണ്ണം വളരെ പരിതാപകരമാണ്. കാര്യം എന്താണ്? എല്ലാ സാരോപദേശ കഥകളും പരിസ്ഥിതിയും വെള്ളവും കാലാവസ്ഥയും എല്ലാം സാരോപദേശമാണ് കൂടുതലും. ജനങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്യാച്ചിങ് ആയിട്ടുള്ള, പൊള്ളുന്ന, രസമുള്ള, മസാലയുള്ള, വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള തമ്പ്, അതിനേക്കാൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, ഇതിനാണ് കേരളത്തിൽ റീച്ച്. പക്ഷെ നമുക്ക് റീച്ച് വേണ്ട, റീച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മോർ ഓർ ലെസ് ഞങ്ങൾ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ടാണ് വാർത്തകൾ ചെയ്യുന്നത്. ചിലത് നടക്കും, ചിലത് നടക്കാൻ കുറച്ച് സമയമെടുക്കും, ഈ വ്യത്യാസമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ വീഡിയോയിൽ വന്ന് ഞങ്ങളെ വിളിച്ച് എന്താ മാഷേ, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്നതിന് വേണ്ടി 3ാമത്തെ ഒരു കൺസെപ്റ്റിൽ ഒരു വീഡിയോ ചെയ്താൽ ആ വീഡിയോ ഞങ്ങളുടെ സർക്കിളിൽ പോകും. ഞങ്ങളുടെ സർക്കിളിൽ സുഭാഷിതം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസ്ഥാനത്തെ വളരെ പ്രമുഖരായ ഉദ്യോഗസ്ഥരുണ്ട്, സിവിൽ സർവീസുകാരും IAS ഉൾപ്പെടെ IPS ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് അത് സുഭാഷിതം. അത് അഡ്മിൻ ഒള്ളിയാണ്, ഞങ്ങൾ വീഡിയോസ് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ചാനൽ സുഹൃത്തുക്കൾ നമുക്കുണ്ട്, അവർക്കെല്ലാം നമ്മൾ ഈ വീഡിയോ അയച്ചു കൊടുക്കും. അവരിൽ പലരും നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാം, ഞങ്ങൾ സോഷ്യൽ മീഡിയ എന്നുള്ള കൺസെപ്റ്റിൽ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ള കൺസെപ്റ്റിൽ സുഭാഷിതം ചാനലിൽ പറഞ്ഞ അതേ കാര്യം ശബരിമലയിലെ കാര്യത്തിലാകട്ടെ, അർജുനനെ കർണാടകത്തിലെ അർജുനൻ്റെ തിരോധാനം, വയനാട്ടിലെ ഒരു ലോറി ഡ്രൈവറുടെ തിരോധാനമാവട്ടെ, ശമ്പള പരിഷ്കരണം പോലുള്ള DA പോലുള്ള കാര്യങ്ങളാകട്ടെ, ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞ കാര്യമാണ് അതിനുശേഷം മറ്റ് മുഖ്യധാര ചാനലുകൾ എടുത്തിരുന്നത്. ഈ PM ശ്രീയിൽ ബിസിനസ് ഓഫ് ബിസിനസ് ഓഫ് റൂൾസ്, അതായത് റൂൾ ഓഫ് ബിസിനസ്, പിന്നെ ക്യാബിനറ്റിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ചാനൽ വന്ന് ആ വീഡിയോ ചെയ്തിരുന്നില്ല. ഞങ്ങൾ ചെയ്തതിന് ശേഷമാണ് അയ്യോ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കി മുഖ്യധാര മാധ്യമങ്ങൾ ആ വീഡിയോ ചെയ്തത്. അതാണ് ഞങ്ങളുടെ ഇൻഫ്ലുവൻസിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ഓർക്കുക, നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും, നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ കുറച്ച് പൊടിപ്പും തൊങ്ങൽ ഊഹാപോഹൊക്കെ വെച്ച് പറയും, നടക്കേണ്ട കാര്യങ്ങളെ കുറച്ചുകൂടി വല്ലാതെ പൊലിപ്പിച്ച് പറയും. അത് പറയുന്നത് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നെഗറ്റീവിനല്ല. അതുകൊണ്ട് വിഷയങ്ങൾ സജീവമായി നിൽക്കട്ടെ, വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരട്ടെ, എല്ലാവരും അറ്റൻറ്റീവ് ആകട്ടെ, അതിലൂടെ ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടാകട്ടെ എന്നുകൂടി വിചാരിച്ചിട്ടാണ് 3ാമത്തെ ടൈപ്പിലും വീഡിയോസ് ചെയ്യുന്നത്. ഇത് ഒരു സാമാന്യ യുക്തിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പറഞ്ഞ കാര്യമെല്ലാം നടന്നോ മാമ, അമ്മാവ, ചേട്ട, അണ്ണ, അപ്പച്ച എന്നൊക്കെ പറഞ്ഞ് ഒന്നൊന്നര ഗവേഷകൻ എന്നൊന്നും പറഞ്ഞ് ആരും ഒരു ബഹളം ഉണ്ടാക്കണ്ട. ലക്ഷ്യം ഇതാണ്, മാർഗം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുക, സഹകരിക്കുക, വിഷയങ്ങളെ സജീവമായി നിർത്തുക. അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ പരമാവധി എല്ലാവർക്കും കിട്ടട്ടെ.